جمال الوجود بذكر الإله وتصفو الحياة بنور هدى جمال الوجود بذكر الإله وتصفو الحياة بنور هدى وتطلب نفس له. ഷെയ്ഖുന ഉമ്മർ ഉസ്താദ് നേതൃത്വം നൽകുന്ന ദാറുൽ ഹിദായ ദർസ് 40 ആണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 40ാം വാർഷികത്തോടനുബന്ധിച്ച് ദാറുൽ ഹിദായ ഓൾഡ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന ഡോക്യുമെന്ററി ജ്ഞാനാർജനത്തെ നിർബന്ധ ബാധ്യതയായും ജ്ഞാനപ്രസരണത്തെ ആരാധനാ കർമ്മമായും അവതരിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം അറിവിന്റെ ലോകത്തേക്ക് മനുഷ്യകുലത്തെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ എന്നും മുൻനിരയിലാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ എന്ന് ഖുർആന്റെ ഗംഭീരമായ ചോദ്യം നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും പ്രസക്തിക്കൊട്ടും കോട്ടമേൽക്കാതെ ഇന്നും പത്തരമാറ്റോടെ നിലനിൽക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കൊടുവള്ളി മാനിപുരത്തിനടുത്ത് കക്കാട്ടുചാൽ ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ദാറുൽ ഹിദായ ദർസ് അതിൻ്റെ 40ാം വാർഷികം ആഘോഷിക്കുകയാണ്. സൂഫി വര്യനും മഹാപണ്ഡിത കേസരിയും ഏത് സമയത്തും ഇൽമും ഇബാദത്തുമായി മുഴുകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ മഹാനുകൂടിയായ ഷെയ്ഖുന ഉമർ ഉസ്താദ് കീശേരി മഹാനവറുകളാണ് ദർസിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന പണ്ഡിതൻ. എൻ്റെ അഭിമന്യ ഗുരുവര്യരാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൂര്യാട് ഉസ്താദ് അവറുകളുടെ 100 കണക്കിന് ശിഷ്യന്മാരിൽ അതിമഹത്വമുള്ളവരും പ്രഗത്ഭരും മഹാനവറുകളുടെ വഫാത്തിന് ശേഷം തൻ്റെ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന മഹാനുഭാവനുമാണ്. ബഹുമാനപ്പെട്ട 2 ഉസ്താദുമാരും ഞങ്ങളുടെ ഉസ്താദുമാരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ആ ദർസ് അതിൻ്റെ 40ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന മഹത്തായ ആഘോഷവേളയിലാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. പ്രവാചക പ്രഭുവിന്റെ ശാന്തത വഴിഞ്ഞൊഴുകുന്ന പാഠശാലയായിരുന്നു അറിവുൽപാദനത്തിന്റെ പ്രഥമ കേന്ദ്രം. മസ്ജിദുൻ നബവിയെ സജീവമാക്കി നിലനിർത്തിയിരുന്ന സുഫയുടെ അഹ്ലുകാർ പ്രവാചക തിരുമേനി എന്ന മുദരിസിൽ നിന്ന് ആവുന്നത്ര അറിവുകൾ നുകർന്നും പിന്നീട് മാലോകർക്കത് പകർന്നും അന്ധകാര നിബിഡമായിരുന്ന ലോകത്തെ പ്രകാശമാനമാക്കി. ഗുരുവിന്റെ മുന്നിലിരുന്ന് അറിവ് നേടുന്ന മദനി സമ്പ്രദായം കാലത്തിന്റെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ കൂഫയും ബസറയും ബഗ്ദാദും സ്പെയിനും സമർക്കന്തും ബുഖാറയുമെല്ലാം അറിവിന്റെ മഹാനഗരികളായി അറിയപ്പെട്ടു. പ്രവാചകന്റെ കാലത്തുതന്നെ സത്യമതത്തിന്റെ വെള്ളി വെളിച്ചമെത്തിയ കേരളക്കരയിൽ ഈ സമ്പ്രദായം പള്ളി ദർസുകൾ എന്ന അപരാഭിധേയത്തിലാണ് അറിയപ്പെട്ടത്. പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ജ്ഞാന വ്യവഹാരങ്ങൾക്ക് കേരളീയ മണ്ണിൽ നൂറ്റാണ്ടുകളുടെ പഴക്കവും തഴക്കവുമുണ്ട്. പൊന്നാനി, താനൂർ, ചാലിയം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിലനിന്നു പോന്ന ദർസുകൾ മഹത്തായ ഈ ജ്ഞാന പൈതൃകത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ദർസുകൾ സംഭാവന ചെയ്ത പണ്ഡിത കേസരികളാണ് കേരളീയ മണ്ണിൽ ഇസ്ലാമിന്റെ ശരിയായ പാതയെ സജീവമാക്കി നിലനിർത്തിയതും നിലനിർത്തിപ്പോരുന്നതും. പിൽക്കാലത്ത് പല പള്ളി ദർസുകളും അറബിക് കോളേജുകൾക്ക് വഴിമാറിയിട്ടുണ്ടെങ്കിലും പഴയ പ്രൗഢിയും പ്രതാപവും നിലനിർത്തി തുടർന്നു പോരുന്ന പള്ളി ദർസുകൾ ഇന്നും അപൂർവ കാഴ്ചയല്ല. അത്തരം ദർസുകളുടെ നിരയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ദാറുൽ ഹിദായ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നിര ഷെയ്ഖുന ഉമർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ദർസിൻ്റെ ആദ്യ ബാച്ചിലുള്ളതായിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ, ബഷീറുല്ലാരൊക്കെ. ഉസ്താദ് ആദ്യമായിട്ട് ദർസ് നടത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രാണിയാട് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. ഒന്നിര ഷെയ്ഖുന മൂര്യാട് ഉസ്താദാണ് ദർസിന് തുടക്കം കുറിക്കുന്നത്. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷം ആ പള്ളിയിൽ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടി അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിട്ട് ദുആ ചെയ്തു. അന്ന് പ്രധാനപ്പെട്ട ദുആ ഈ ദർസിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ എന്നും ഈ ദർസിനെ അള്ളാഹു തആല ഉയർത്തട്ടെ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന. വെറും 20ന്റെ താഴെയുള്ളതായിരിക്കുന്ന കുട്ടികളെ കൊണ്ട് തുടങ്ങിയതായിരിക്കുന്ന ദർസ് പിന്നെ അങ്ങോട്ട് ഉയർന്ന് 20, 25, 30, 35, 40, 50ഓളം, അതുപോലെ ഇപ്പോൾ 110 വരെ കുട്ടികൾ ഈ ദർസിൽ പഠിച്ചിരുന്നു. എല്ലാ നിരക്കുള്ളതായിരിക്കുന്ന പുരോഗതിയോടുകൂടെയാണ് ദർസ് മുന്നോട്ട് പോകുന്നത്. 2 വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദർസ് മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് അനുഭവിക്കുകയാണ്. പല ദർസുകളിലും കുട്ടികളില്ലാത്ത സമയത്ത് വന്നിരായ ഷെയ്ഖുനാക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. 40-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 40 പൂർത്തിയാക്കിയ ദർസാണത്. കൊറോണ സമയത്ത് പോലും ദർസ് മുറിയാത്ത രീതിയിലായിരുന്നു ദർസിൻ്റെ തുടക്കമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധയാണ്. വന്നിരായ ഷെയ്ഖുനയുടെ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിട്ട് നല്ല രീതിയിലുള്ള ദർസുകൾ ആ സമയത്ത് പോലും ഉസ്താദ് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ 24 മണിക്കൂറും കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുക എന്നുള്ളതാണ്. അത് ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ ചിന്തിക്കുക എന്നുള്ളതാണ് ഉസ്താദിൻ്റെതായിരിക്കുന്ന ഏറ്റവും വലിയ താല്പര്യം. ഒരു കുട്ടി ആ ദർസിൽ നിന്ന് പഠിച്ചു പോയാലും ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് ഉസ്താദ് ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ ആ കുട്ടിയെ എല്ലാ നിലക്കും നിരീക്ഷണത്തിലും ആ കുട്ടിക്ക് വേണ്ട എല്ലാ പുരോഗതിക്കും വേണ്ടി ഉസ്താദ് പഠനത്തിൻ്റെ ശേഷവും പ്രവർത്തിക്കുന്ന വന്നിരായ ഷെയ്ഖുനാക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തന്റെ ആയുസ് മുഴുവൻ ദീനീ വിജ്ഞാനത്തിന് വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, വന്നിരായ ഷെയ്ഖുന മൂര്യാട് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായ വന്നിരായ ഷെയ്ഖുന ഉമർ ഉസ്താദ് മഹാനവർകൾ നേതൃത്വം നൽകുന്ന ദാറുൽ ഹിദായ ദർസ് 40 വർഷം പൂർത്തിയായിരിക്കുകയാണ്. സ്വദേശികളും വിദേശികളുമായ 100ഓളം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ ദർസിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കളരാന്തരിയിലുള്ള നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളെ കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ദർസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദർസിനെ സഹായിച്ചവരും ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവൻ്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അണ്ടോണ ഉസ്താദ്, ബാവാട് ഉസ്താദ് തുടങ്ങി ഈ സ്നേഹികളുടെ സഹായ സഹകരണങ്ങളും അതിന് ബലം നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മുടെ ദർസിനെ അവസാന നാളിൻ്റെ അറ്റം വരെ വളരെ മനോഹരമായി നിലനിർത്തട്ടെ. ആമീൻ.